ഹായ് ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് CP+ന്റെ അതായത് ആദിത്യ ഇൻഫോടെക്കിന്റെ Q1 റിസൾട്ട് നമ്പർ കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരാഴ്ചയായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഒരു യാത്രയിലായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നല്ലൊരു പനി അടിച്ചു. ആ പനിയൊക്കെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. സോ സൗണ്ടൊക്കെ കൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പനി കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറേ കമ്പനികളിലേക്ക് റിസൾട്ട് നമ്പേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ട്രാക്ക് ചെയ്യുന്ന നല്ല നമ്പേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് CP+ൻ്റെയാണ്. അവരുടെ Q1 റിസൾട്ട് നമ്പേഴ്സ് നോക്കിയാൽ നല്ല നമ്പേഴ്സാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിന്റെ പ്രൈസ് നോക്കിയാൽ, സ്റ്റോക്കിന്റെ ചാർട്ടിൽ നോക്കിയാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. അതുപോലെ ഈ ബിസിനസിനെ പറ്റി ധാരണയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി കമ്പനിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അത് ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിൽ. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ CP+ മെയിനായിട്ട് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് CCTVs ആണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു സെക്ടറിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സെക്ടറിലെ ഗ്രോത്ത് കാര്യങ്ങളുള്ള സമയത്ത് പോലും ഈ കമ്പനി നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ അവരുടെ നമ്പേഴ്സ് നോക്കിയാൽ ഏകദേശം 89% റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കമ്പനിയിൽ ആൻസിപ്പേറ്റ് ചെയ്യുന്ന 45 to 50% മാനേജ്മെന്റ് ഗൈഡൻസിനനുസരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഏകദേശം 90% അടുത്ത് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് റവന്യൂവിൽ ഗ്രോത്ത് വന്നു. റവന്യൂവിൽ ആ ഗ്രോത്ത് വരുന്ന സമയത്ത് അവരുടെ പ്രോഫിറ്റ് നോക്കിയാൽ പ്രോഫിറ്റിൽ ഏകദേശം 333% ഗ്രോത്താണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക്, അതായത് കഴിഞ്ഞ Q1 ഈ ഒരു Q1 വരുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ഏകദേശം 142 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. 90% റവന്യൂവിലും 300% മുകളിൽ പ്രോഫിറ്റിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ അവരുടെ എബിറ്റ മാർജിൻ ആണെങ്കിലും പാറ്റ് മാർജിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രോസ് മാർജിൻ ആണെങ്കിലും എല്ലാ മാർജിൻസും ഇമ്പ്രൂവ് ആണെന്ന് കാണാൻ പറ്റും ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ ഇങ്ങനെ ആവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഈ ഒരു 2 ദിവസമായിട്ട് കാണിക്കാത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ Q4 ഈ Q1 വരുന്ന സമയത്ത്, അതായത് മാർച്ച് ക്വാർട്ടറിൽ നിന്ന് ഈ ഒരു ജൂൺ ക്വാർട്ടറിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഗ്രോസ് മാർജിനിൽ ഏകദേശം 1% കുറവ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള മാർജിൻസിലൊക്കെ കുറവ് വന്നായിട്ട് കാണാൻ പറ്റും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത്. അപ്പോൾ അത് മാനേജ്മെന്റ് കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളായിട്ട് നമ്മൾ ഈ കമ്പനി ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് മാനേജ്മെന്റ് പറയുന്നുണ്ട് ഇവരുടെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവർ CCTV മാനുഫാക്ചർ ചെയ്യാൻ സെല്ലുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് റോ മെറ്റീരിയൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഈ AI യൂസ് ചെയ്യുന്ന പോലത്തെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ റാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും പ്രൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് AIയിൽ ഇത്രയും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ പ്രൈസ് നല്ല രീതിയിൽ ഓരോ മാസവും നല്ല രീതിയിൽ 10% 20% വെച്ചിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത്, ആ ഒരു രീതിയിൽ ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റ് കഴിഞ്ഞ ക്വാർട്ടറുകളിലെല്ലാം പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് തന്നെ. പക്ഷേ അവർക്ക് ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇവർ ഈ IPO വന്നുകൊണ്ട് തന്നെ ഇവർക്ക് IPO ഫണ്ടിൽ കിട്ടിയ ആ ക്യാഷ് ഇവർ ഇൻവെന്ററി കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ 2-3 മാസം ഒരു ഇൻവെന്ററി ഇവർ ഹോൾഡ് ചെയ്താൽ പോലും അവരുടെ ഇൻവെന്ററിയിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരുടെ IPO ഫണ്ടിൽ ഇവർ നല്ല രീതിയിൽ ഇൻവെന്ററി മേടിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ലോ പ്രൈസിൽ ഇൻവെന്ററി കാര്യങ്ങൾ അവൈലബിൾ ആയിരുന്നു. അതായത് ഇവർ എന്തൊക്കെ സാധനങ്ങളാണോ റോ മെറ്റീരിയൽ വേണ്ടത് അത് ഇവർക്ക് ലോ പ്രൈസിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ അവർ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ഹയർ മാർജിൻ കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ ക്വാർട്ടറിൽ നോക്കിയാൽ നല്ല രീതിയിൽ മാർജിൻ ഇമ്പ്രൂവ്മെന്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പോലും വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കഴിഞ്ഞ റിസൾട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞാണ് അവർ മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്നതിനെ പറ്റിയിട്ട്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലായപ്പോൾ തന്നെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഏകദേശം അവർ ആ ഓൾറെഡി പർച്ചേസ് വെച്ചിരുന്ന ഇൻവെന്ററി ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലുള്ള ഇൻവെന്ററി അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ വന്ന പോലെ തന്നെ എക്സ്പെൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങളൊന്നും മാർജിനിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഇനിയുള്ള ക്വാർട്ടറുകളിൽ പോലും. അങ്ങനെയാണെങ്കിൽ പോലും മാനേജ്മെന്റ് അവരുടെ ഗൈഡൻസ് കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല. 14-50% എബിറ്റ മാർജിൻ. അതുപോലെ തന്നെ പാറ്റ് മാർജിൻ ആണല്ലോ അവർ ഗൈഡ് ചെയ്യുന്നത് 8-9% പാറ്റ് മാർജിൻ ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മാർജിൻസ് ഒന്നും മാനേജ്മെന്റ് കുറച്ചിട്ടില്ലെങ്കിൽ പോലും ഈ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മാർജിനെ പറ്റിയിട്ട് കുറച്ച് കൺസേൺ കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം മാനേജ്മെന്റ് എന്തായാലും അടുത്ത ക്വാർട്ടറിൽ കുറയുമെന്നോ അങ്ങനെയൊന്നും വരുമെന്ന് പറഞ്ഞിട്ടില്ല. മാനേജ്മെന്റ് ഈ ഒരു 14-15 ഗൈഡ് ചെയ്യുന്നെങ്കിലും മാർക്കറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന അതിൽ മുകളിൽ ഗ്രോ ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ്. കാരണം ആ രീതിയിലായിരുന്നു അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് ഇനി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാലും ഇനി ഇവരുടെ മാർജിൻസ് കുറയുക അല്ലെങ്കിൽ പിന്നീട് വരുന്ന ക്വാർട്ടറിൽ ഇപ്പോൾ Q2 Q3 റിസൾട്ട് വരുമ്പോഴത്തേന് മാർജിൻ കുറയുമോ എന്നുള്ള കൺസേൺ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സെല്ലിംഗ് പ്രഷർ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നത്. പക്ഷേ അത് വലിയ കൺസേണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്ത ക്വാർട്ടറുകളൊക്കെ വെയിറ്റ് ചെയ്താലേ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ മാർജിൻസിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇത് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ മാർജിൻസ് ഒക്കെ അവർ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെ
അവരെ ഗൈഡൻസ് കാര്യങ്ങളൊന്നും കുറയ്ക്കുന്നില്ല എന്നുള്ള കാര്യം അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓവർ പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് ഈ ഒരു നമ്മുടെ പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര വലിയതായിട്ടുള്ള രീതിയിൽ കൺസേൺ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വാർട്ടറുകളിലേക്കൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ മാർജിൻസിന് മാനേജ്മെന്റ് പറഞ്ഞതിനൊക്കെ കൂടുതലായിട്ടൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ മാനേജ്മെന്റ് കൗണ്ടറിൽ വേറെ എക്സ്ട്രാ പറയേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. ക്യാപെക്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവർ എത്രയാണ് ഗൈഡ് ചെയ്തത് ഏകദേശം 6000 തൊട്ട് 6500 കോടിയുടെ റവന്യൂ ഗ്രോത്ത് ആണ് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർ ഗൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാൽ അതിനനുസരിച്ച് അവർ 8 തൊട്ട് 9% വരെ പാറ്റ് മാർജിനും പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 550 ടു 600 625 കോടി വരെയൊക്കെ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റോക്കിന്റെ കറണ്ട് പി എന്ന് പറഞ്ഞാൽ ഏകദേശം 80 മുകളിലാണ്. ഫോർവേഡ് പി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ സംസാരിച്ച പോലെ തന്നെയാണ്. സ്റ്റോക്കിലെ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ കഴിഞ്ഞ ക്വാർട്ടറിന് ശേഷം. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 65-70 ഫോർവേഡ് പിയിലാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്നത് ഹൈ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള വാല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾക്കൊക്കെ വോളറ്റിലിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇതുപോലെ മാർജിൻ കൺസേണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്തിൽ എന്തെങ്കിലും കുറവ് വരികയോ അങ്ങനത്തെ രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വോളറ്റിലിറ്റി വരും. അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്റ്റോക്കിന്റെ പ്രൈസ് അതിന്റെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 5% ആണ്. അതുകൊണ്ട് തന്നെ 5% ലോവർ സർക്യൂട്ടിലാണ് ഇന്നലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്നാണെന്നുണ്ടെങ്കിലും. എന്തായാലും ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ വയ്ക്കുക. ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ സ്റ്റോക്കിൽ സെല് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ സ്റ്റോക്കിൽ ഇപ്പം വരുന്ന ക്വാർട്ടറുകളിലൊക്കെ മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു മാർജിൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വീണ്ടും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനും അല്ല. അന്ന് പിന്നെ നമുക്ക് ഓവറായിട്ട് പോയിട്ട് അതിനകത്തോട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര രീതിയിൽ അഗ്രസീവായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റോക്കിൽ വലിയ കൺസേണിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുമില്ല. അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അടുത്ത ക്വാർട്ടറും അതിനടുത്ത ക്വാർട്ടറും ഒക്കെ അവർക്ക് ഈ ഒരു മാർജിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്തായാലും നല്ലൊരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്വാർട്ടറിൽ സ്റ്റോക്ക് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലെ ഗ്രോത്തിന്റെ നമ്പേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ ഇനി മാർക്കറ്റ് നോക്കുന്നത് വെച്ചാൽ മുന്നിലേക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിനെ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.